ഹായ് ഓൾ. കാർബോക്സിലിക് ആസിഡ്സ്, ആൽക്കഹോൾ, ഫീനോൾസ് ഇവരുടെയൊക്കെ അസിഡിറ്റി കമ്പാരിസൺ ക്യുവട്ട് എക്സാമിൽ ഒരു കോമൺ ചോദ്യമാണ്. തന്നിരിക്കുന്ന ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും ഒരേപോലത്തെ ആസിഡുകൾ COOH ഗ്രൂപ്പ് ഉള്ളവരാണ്. ആകെയുള്ള വ്യത്യാസം ഇവിടെയുള്ള ഹാലജൻസ് വ്യത്യാസമുണ്ട്. ഒന്ന് ഫ്ലൂറിൻ, ഒന്ന് ബ്രോമിൻ, ഒന്ന് അയഡിൻ, ക്ലോറിൻ. ഇതാണ് വ്യത്യാസം. നമുക്കറിയാം അസിഡിറ്റി എന്നുള്ളത് ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പുകൾക്ക് പ്രൊപ്പോർഷണലാണ്. അതായത് ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അസിഡിറ്റി കൂടും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അസിഡിറ്റി കുറയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഹാലജൻസും ഇലക്ട്രോൺ വിഡ്രോവിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോവിംഗ് എഫക്റ്റ് എങ്ങനെ നോക്കുക? ഇലക്ട്രോൺ വിഡ്രോവിംഗ് എഫക്റ്റ് ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റീവായ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഏറ്റവും കൂടുതൽ വലിക്കാൻ കഴിവുള്ള ആൾ ആരായിരിക്കും? ഫ്ലൂറിൻ ആയിരിക്കും. അതിനുശേഷം ക്ലോറിൻ, ദെൻ ബ്രോമിൻ, ദെൻ അയഡിൻ. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ഓർഡർ തന്നെയത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ വലിക്കാനുള്ള കഴിവും കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിനെ വലിക്കുകയും ഇലക്ട്രോൺ വിഡ്രോവിംഗ് ഗ്രൂപ്പായിട്ട് ഏറ്റവും നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ആരായിരിക്കും? ഫ്ലൂറിൻ ആയിരിക്കും. അപ്പോൾ ഫ്ലൂറിനുള്ള ഫ്ലൂറോ അസിറ്റിക് ആസിഡ് ആയിരിക്കും ഇവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് ആസിഡ്. ഈ ഒരു ചോദ്യം ക്ലിയർ ആണെങ്കിൽ മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ആൻസർ കമൻസിൽ മെൻഷൻ ചെയ്യുക.